ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത് നല്ല ടേസ്റ്റിയാണ്, വളരെ രുചികരമായിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചുള്ള ഒരു നൂഡിൽസാണ്. വിദേശികളൊക്കെ ഉണ്ടാക്കുന്നതാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാം. നമ്മൾ പുഴുങ്ങിയെടുത്ത ഈ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മൈദ ചേർത്ത് ഇത് കുഴച്ചെടുക്കാൻ പോവുകയാണ്. ഉപ്പിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചത് കൊണ്ട് ഞാൻ മൈദയിൽ ഉപ്പ് ചേർക്കുന്നില്ല. നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കയ്യിൽ ഇത്തിരി എണ്ണമയം പുരട്ടിയ ശേഷം ഇനി നമുക്കിത് അല്പാൽപ്പമായിട്ട് എടുത്ത് ഉരുട്ടി നമുക്ക് നീളത്തിലാക്കി എടുക്കാം. ഞാനിതിങ്ങനെ നീളത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ നീളത്തിലാക്കി എടുക്കാം. ഞാനിങ്ങനെ നീളത്തിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. ഇതിൽ നീളം കൂട്ടണമെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് നീളത്തിൽ അങ്ങോട്ട് എടുത്താൽ മതിയാവും. എത്ര വേണമെങ്കിലും നീണ്ടു വരും. നമ്മുടെ നൂഡിൽസ് വെന്തിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ കുറച്ച് ചില്ലി സോസ്, അല്പം കുരുമുളക് പൊടി, കുറച്ച് മല്ലിയില. ഞാൻ എല്ലാ സാധനവും കുറച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എനിക്ക് എരിവ് കുറവ് മതി, അതുകൊണ്ടാണ് കുറച്ചെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിന് മുളക് പൊടിയോ ഇഷ്ടംപോലെ കുരുമുളകോ ഒക്കെ ചേർത്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ചുവന്ന് തുടുത്തൊക്കെ ഇരിക്കും. എരിവ് കൂടും. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കാത്തത്. നിങ്ങൾ ഇഷ്ടമുള്ളവർ മുളക് പൊടിയൊക്കെ ചേർത്തെടുത്തോളുക. അങ്ങനെ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റിയാണ്, വളരെ രുചികരമായിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.